ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാഷൻ ബസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമി അനൂപ്. ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം കലംകാരിയായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരൊക്കെയോ ഉണ്ടല്ലോ, ഒന്ന് നോക്കിയേ താഴെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും വന്നാൽ അടിപൊളി കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ നമുക്കൊരു സപ്പോർട്ടും കൂടി ആവും. അപ്പോഴത്തേക്ക് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക, പിന്നെ നിങ്ങളുടെ കമൻറ്റും ഇട്ടേക്കുക. നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. ലാസ്റ്റ് വീഡിയോ ഇന്ന് തന്നെ നമ്മൾ ഉച്ചക്കിട്ട ക്ലിയറൻസ് വീഡിയോയിൽ ഗിവ് അവേയുടെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. കാണാത്തൊരു കയറി കാണുക. ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ, ഇതും ബഡ്ജറ്റ് ബൈ ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 ആണ് റേറ്റ് വരുന്നത്. ഓൾറെഡി നമ്മൾ കലംകാരി കൊണ്ടുപോകുന്നു. അപ്പോൾ ഒത്തിരി പേർ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സെയിം റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ബെറ്റർ വേർഷൻ തന്നെയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത്. നല്ല മിറർ വർക്ക്, ഹെവി മിറർ വർക്ക് ആ ഒരു നെക്ക് ലൈനിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ സ്വന്തം കലംകാരിയാണ് കൊണ്ടുവന്നേക്കുന്നത്. വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഒരു കോട്ടൺ മിക്സ് ഫാബ്രിക്കാണ്, ചുരുങ്ങത്തൊന്നുമില്ല കേട്ടോ, നല്ല ഫാബ്രിക്കാണ്. പിന്നെ വിത്ത് ലൈനിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും എങ്ങനെ വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ ബഡ്ജറ്റ് ബൈയും ആണ്. അത് മാത്രമല്ല ഒരു കലംകാരി എന്ന് പറയുമ്പോൾ ഒരു ക്യാഷ്വൽ ഒരു ഇതല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം എങ്ങനെ വേണം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ റേറ്റൊക്കെ ഓൾറെഡി പറഞ്ഞത്. ഓർഡർ ചെയ്യാനായിട്ട് ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. കലംകാരിയാണ്, നോക്കി നിൽക്കുമ്പോൾ തീർന്നു പോകണ ഐറ്റമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കണ്ട ഉടനെ കോൺടാക്ട് ചെയ്തോളൂ. തീർന്നു പോയി എന്നോട് പരാതി പറയരുത്. പറയുമെന്ന് എനിക്കറിയാം, ഞാനിത് വീണ്ടും കൊണ്ടുവരും. എന്നാലും റീസ്റ്റോക്ക് ചെയ്യൂ കേട്ടോ. റീസ്റ്റോക്ക് ചെയ്യുന്ന പറയാൻ കാരണം എനിക്കറിയാം ഇത് പെട്ടെന്ന് പോകാം. കഴിഞ്ഞ കലംകാരിക്ക് അതുപോലെയായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ്. നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതായിപ്പോയി. പിന്നെ ഒത്തിരി മെസ്സേജ് വന്നിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ മിസ് ചെയ്യാതെ വാങ്ങിക്കോളാം. റേറ്റ് മറക്കണ്ട. ഓർഡർ ചെയ്യേണ്ട രീതി പറഞ്ഞു. 7 വർക്കിംഗ് ഡേയ്സ് ഫോർ ഡിസ്പാച്ചിങ് ടൈമാണ് വരുന്നത്. വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 45 ആണ് ലെങ്ത് വരുന്നത്. 3/4 സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു നെക്കിൽ മിറർ വർക്കും ഹെവി മിറർ വർക്ക് വിത്ത് ഷുഗർ ബീഡ്സിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത്. ബീഡ്സിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട സ്ക്രീൻഷോട്ട്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. നമുക്ക് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പോസിബിൾ അല്ല കളറിൻ്റെയും സൈസിൻ്റെയും കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കളറും സൈസും ഒക്കെ കറക്റ്റായിട്ട് തന്നെ ചൂസ് ചെയ്യുക. കാരണം നിങ്ങൾ പറയുന്ന കളറും നിങ്ങൾ പറയുന്ന സൈസും ആയിരിക്കും നമ്മൾ അയക്കുന്നത്. പിന്നെ 7 വർക്കിംഗ് ഡേയ്സ് ആണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത്. നമ്മൾ ഇൻ കേരള ആണെങ്കിൽ DTDC ആയിരിക്കും അയക്കുന്നത്. പുറത്തോട്ട് ഇൻ കേരള തമിഴ്നാടൊക്കെ നമ്മൾ DTDC, കർണാടകയൊക്കെ നമ്മൾ DTDC ആയിരിക്കും. അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഓർഡേഴ്സൊക്കെ നമ്മൾ പോസ്റ്റ് ആയിരിക്കും അയക്കുന്നത്. എമർജൻസി ഡിസ്പാച്ച് നമുക്ക് പോസിബിൾ ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു തരും. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ ഗിവ് അവേയുടെ കാര്യം ഓൾറെഡി നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഗിവ് അവേനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ പോയി കാണുക. കഴിഞ്ഞ് നമ്മുടെ ക്ലിയറൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അത് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കവറിൻ്റെ 2 വശവും കാണുന്ന രീതിയിൽ കാണിച്ചിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം. ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പോസിബിൾ ആവത്തുള്ളൂ. ഷിപ്പിംഗ് ചാർജ് നമുക്ക് ഓൾവേസ് എക്സ്ട്രാ ആണ് വരുന്നത്. താങ്ക്